അദ്ദേഹം അതിനു മുമ്പ് ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് ധാർഷ്ട്യമായിട്ടുള്ള അഹങ്കാരമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ ദൈവം ശിക്ഷിച്ചതായിരിക്കും. തന്നെ രംഗത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആളിനെ രഞ്ജിത്ത് വിസ്മരിച്ചു കളഞ്ഞു. നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കണം. നമ്മളെ ആരാണ് സ്നേഹിച്ചത്? നമ്മളെ ആരാണ് വളർത്തിയത്? പോലീസിൻ്റെ അകമ്പൊടിയോടുകൂടി തന്നെ കോടതിയിൽ മുമ്പിൽ ചെന്ന് ഒരു വീട്ടുവരാന്തയിൽ, ഒരു ജഡ്ജിയുടെ വീട്ടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള കാഴ്ച, അത് ഒരു ശത്രുവിന് പോലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. കുറേ ദിവസം എഴുത്തിലായിരുന്നു. എഴുത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ കഴിഞ്ഞപ്പോൾ ഒരു യാത്ര പോയി മൈസൂരിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ. പിന്നെ മനുഷ്യനല്ലേ, ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും ആ ദുഃഖങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ആവാഹിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറേ നേരം മിണ്ടാതിരിക്കണമെന്ന് തോന്നി. 2-3 ദിവസം മിണ്ടാതിരുന്നു. മനസ്സിലേക്കുന്ന ആഘാതങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വിഷയങ്ങൾ സ്പന്ദിക്കുന്ന ഹൃദയത്തെ നിശ്ചലമാക്കുന്ന ചില അവസ്ഥകളുണ്ടാകും. അതെനിക്കാണെങ്കിലും ടീച്ചറിനാണെങ്കിലും അത് തന്നെ. അങ്ങനെയുള്ള സമയത്താണ് യാത്രകൾ വെക്കാറ്. എന്തായാലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്ന രൂപേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം അവിടെ ഒരു കോളേജിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. അവിടെ ഭാര്യയും ഒരു കുട്ടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ കുട്ടി എങ്ങനെ ആയിരിക്കും എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ സ്ഥലം മേടിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലം അന്വേഷിച്ച് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഫോണിൽ എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് ഇന്ന സ്ഥലം മേടിച്ചോളാൻ പറഞ്ഞു. അവിടെ ഒരു സർപ്പപ്പുറ്റിന് ലക്ഷണമുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ചോളാൻ പറഞ്ഞു. ഇന്നലെ അദ്ദേഹവും ഞാനും ടീച്ചറും അദ്ദേഹവും തമ്മിൽ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ ഇതൊക്കെയാണ് സ്വാമി പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്ന് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ എൻ്റെ ഉപാസനാമൂർത്തിയോട് എനിക്ക് അത്ഭുതവും, എന്നെപ്പോലെ ഒരു 10ാം ക്ലാസ് പഠിച്ച സാധാരണക്കാരന്, ജ്യോതിഷം അറിയാത്ത സാധാരണക്കാരൻ്റെ മസ്തിഷ്കത്തിലേക്ക് ഇത്തരം ചിന്തകൾ കടത്തിവിടുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ ദൈവത്തിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയാതെ ഞാൻ എന്നോട് തന്നെ ചില ചോദ്യങ്ങളും ചോദിച്ചു. എന്തുകൊണ്ടാണ് കോടാനുകൂടി മനുഷ്യർക്കിടയിൽ ഒരാൾക്ക് മാത്രം ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച, എല്ലാ ബന്ധങ്ങളും വിട്ടുപോയ, എല്ലാ ബന്ധങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ, ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം ബലികർമ്മം ബന്ധുക്കൾ ബലികർമ്മം ചെയ്ത് ഒഴിവാക്കിയ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ബലിയിടാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ബലികർമ്മങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ ദൈവം എന്തിനാണ് ഇത്രത്തോളമുള്ള എല്ലാ കാര്യങ്ങളും തന്നത് എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു. അപ്പോൾ ഈശ്വരൻ അങ്ങനെയാണ്. സുഖവും ദുഃഖവും സംഘർഷങ്ങളും ഒക്കെ തരും, എല്ലാം തരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാനും, ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് മറ്റൊരു സ്ഥലത്തെ കാര്യങ്ങൾ പറയാനും ഒക്കെ കഴിയുന്നത്. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളൂടെ എന്നെ കാണാൻ അവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും തലവിധി, ബന്ധനം, അപമൃത്യു പോലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും തലക്കവേരി പോയിരുന്നു കുളിക്കാൻ. അങ്ങനെ ഒരു അമ്മയും മകളും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല, പോയി തലക്കവേരി പോയിട്ട് ഒന്ന് കുളിച്ച് വരൂ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി പോകാനെല്ലാം തീരുമാനിച്ചു, പക്ഷേ തടസ്സങ്ങളാണ്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു പറഞ്ഞു, സ്വാമി ഞങ്ങൾ ബുക്ക് ചെയ്തതിൻ്റെ പോകുന്നതിൻ്റെ തലേദിവസം വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്ന്. 3 ദിവസം മുമ്പ് അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, പക്ഷേ എൻ്റെ മകൾ എന്നെ വിട്ടുപോയി എന്ന്. അപ്പോൾ ചിലരോട് ഞാനൊന്നും പറയാറില്ല. അത് എൻ്റെ കണ്ണേക്ഷി എന്ന് പറയുന്ന സാന്നിധ്യം, ആ സാന്നിധ്യം പറയുന്നുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. ഇല്ലെങ്കിൽ സർപ്പസംസ്കാര പൂജ ചെയ്യാൻ കുക്കി സുബ്രഹ്മണ്യത്തിൽ ആ ക്ഷേത്രത്തിലെ സാധാരണ തിരുവണ്ണാമലയിൽ പോകാൻ പറയും. ചില ക്ഷേത്രങ്ങളിലൊക്കെ മാത്രം പോകാൻ പറയും. ചില പരിഹാരക്രിയകൾ, പിതൃദോഷ കർമ്മങ്ങൾ ചെയ്യാൻ പറയും. കഴിഞ്ഞ ദിവസം ഒരാൾ, ഞാനറിയാമല്ലോ ഈ മാടന്തമ്പുരാൻ, മുറിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം. അവിടെ പുറത്തുനിന്ന് പിരിവും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഈ പ്രതിഷ്ഠകളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം നടത്തിയത്. ആ അമ്മ, അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു 10,000-75,000 രൂപ തന്നതൊഴിച്ചാൽ വേറെ കാര്യമായിട്ടാരും അവിടെ ഒന്നും ചെയ്യാറില്ല ക്ഷേത്രത്തിലേക്ക്. ഞാൻ അവിടെ പോയി ഈ ഫലങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ആ ക്ഷേത്രത്തിൻ്റെ കടബാധ്യതകൾ, അവിടെ പണം ചെയ്തതിൻ്റെ കടബാധ്യതകൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തൊരു ഡോക്ടർ
ഞങ്ങളെ സഹായിച്ചിരുന്നു ഒരു 3 വർഷം മുമ്പ്. ഒരു ദിവസം ഡോക്ടർ അപ്രതീക്ഷിതമായിട്ട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ ആ പൈസ തിരിച്ചു കിട്ടണമെന്ന്. ഞാനതുപോലെ ഒരു 10 ദിവസം അവിടെ ഇരുന്ന് 10-20 ദിവസം അവിടെ ഇരുന്ന് ആ 2-3 ലക്ഷം രൂപ അവിടെ കിട്ടിയത് തന്നെ 1000 രൂപ വെച്ചിപ്പോൾ അവിടെ ഞാൻ പ്രഡിക്ഷൻ പറയുന്നതൊക്കെ ഒരു നാണയം എനിക്കും തരണം, 1000 രൂപ ക്ഷേത്രത്തിൻ്റെ രസീതും കൊടുക്കും. ഈ കടബാധ്യതകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അല്ലാതെ അവിടെ അത് ഒരു കുടുംബക്കാരുടെ കയ്യിലാണ്. അവിടെ എങ്ങും ഈ ക്ഷേത്രം നിലനിർത്താനുള്ള അവസ്ഥകളൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള അതിൻ്റെ അടിയിൽ വന്ന ഒരാൾ എഴുതിയേക്കാണ് സ്വാമിക്ക് പണ്ട് ആർത്തിയില്ലായിരുന്നു, ഇപ്പോൾ പണത്തിനോട് ഭയങ്കര ആർത്തിയാണെന്ന്. 1000 രൂപ ഒരു നശിച്ചു കിടക്കുന്ന ക്ഷേത്രത്തിന് തരുന്നതാണോ ആർത്തി? ഇല്ലേ? നമ്മൾ കോടികളൊന്നും മേടിക്കുന്നില്ല ഒരാളുടെ ഫലം പറയുന്നതിന്. അത് ക്ഷേത്രത്തിൻ്റെ നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞേക്കും. കടബാധ്യതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അവിടെ പ്രതിഷ്ഠകളെല്ലാം നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു പൂജാരിയെ വെച്ച് പ്രതിഷ്ഠ നടത്താൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെപ്പോഴും അതാണ് കാണുന്നത്. അല്ലേ? ഒരു ക്ഷേത്രം നശിച്ച് നാമാവിശേഷമായി പോകുന്നതല്ലല്ലോ, അത് എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി ക്ഷേത്ര സംരക്ഷണ സമിതിയൊന്നും ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു അമ്പലമാണ് ഈ മുറിപ്പാലത്തരി മാടൻ തമ്പുരാൻ ക്ഷേത്രം. ചരിത്രം പുരാണങ്ങളും ഒക്കെ പറയും. ഇപ്പോൾ ഞാൻ പറയും നമ്മളെയൊക്കെ ഈശ്വരൻ കോടാനുകൂടി ജനങ്ങളിൽ നിന്ന് ഒരാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ നിർത്തിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങൾ, എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. ജനിച്ചാൽ മരിച്ചേ പറ്റൂ. ജന്മത്തിൽ നിന്നുള്ള മരണത്തിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതിനൊന്നും പരിഹാരങ്ങളൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. DNA പരീക്ഷയെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ശുദ്ധി, പറയുന്ന വാക്ക്, നമ്മുടെ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാനും അതിലെ സത്യസന്ധത നിലനിർത്താനും അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മം ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാനും ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൻ്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും, ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും, വാർദ്ധക്യത്തിൽ നിന്ന് മരണാനന്തര ജീവിതത്തിലേക്കും നമ്മൾ ചെന്ന് അവസാനിക്കുമ്പം അവസാന കാലം കിടന്ന് നരകിക്കാതിരിക്കുകയും കൃത്യസമയത്ത് മൃത്യു സംഭവിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പറഞ്ഞ വാക്ക് പോലും പാലിക്കാതിരിക്കാൻ പാടില്ല. ഒരു വാക്ക് ഒരാളോട് പറഞ്ഞു പോയി ആ വാക്ക് നമ്മൾ പൂർത്തീകരിക്കണം, ആ വാക്ക് നമ്മൾ പാലിക്കണം. അന്യൻ്റെ സമ്പത്ത് നമ്മൾ കൊള്ളയടിക്കരുത്. അന്യൻ്റെ സ്വത്ത് എന്ത് കാരണവശാലാണെങ്കിലും അവൻ അനുഭവിക്കാനുള്ളത് പോലും നമ്മളെടുത്ത് അനുഭവിക്കേണ്ടി വരരുത്. അന്യൻ്റെ സ്വത്ത് കൈക്കലാക്കിയാൽ ആ സ്വത്ത് നമുക്ക് അനുഭവിക്കാനോ നമ്മുടെ 3ാം തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റാതെ വംശത്തിന് നാശം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം പലരും വിളിക്കുമ്പോൾ അവർ സ്വാമി ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ 2 തലമുറ മുമ്പുള്ള ആൾക്കാരുടെ ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ദോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ അവരുടെ വസ്തുവിലാണല്ലോ നിങ്ങൾ ഈ 2 തലമുറ മുമ്പ് നിങ്ങളിലേക്ക് വന്നു ചേർന്ന ആരാണ്ടുടെ വസ്തു നിങ്ങളിലേക്ക് വന്നു ചേർന്നതാണ്. ആ വന്നു ചേർന്ന വസ്തുവിലാണ് നിങ്ങൾ വീട് വെച്ചിരിക്കുന്നത്. ആ വസ്തു നിങ്ങൾക്ക് അവകാശമുള്ളതല്ല, നിങ്ങളുടെ പൂർവികർക്ക് അവകാശം ഉണ്ടായിരുന്നതല്ല. അവർ മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്ത് നിങ്ങളും കൂടെ അതിൻ്റെ പാപം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരുപാട് സത്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിത് പറയുന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പോകുന്ന യാത്ര മനുഷ്യൻ അഹങ്കരിക്കുകയും ഇപ്പം നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത്, തിരക്കഥാകൃത്ത് രഞ്ജിത്ത് അനുഭവിക്കുന്നത് കണ്ടില്ലേ? രഞ്ജിത്തിന് അലക്സ് എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ ആ അലക്സിൻ്റെ അടുത്ത് വന്നിരുന്നു. അലക്സാണ് രഞ്ജിത്തിനെ മെയ് മാസ പുലരിയിൽ എന്ന് പറയുന്ന ആ സിനിമയിലൂടെ ഒരു കഥാകൃത്താക്കിയത്. രഞ്ജിത്ത് വളരെ കാലം അങ്ങ് രക്ഷപ്പെട്ട് ഉന്നതിയിലെത്തുമ്പോൾ അലക്സിനുമായിട്ടുള്ള ആ സൗഹൃദം ഇല്ലാതായിപ്പോയി എന്നാണ്. ജീവിതത്തിൻ്റെ അവസാന കാലം അലക്സിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ സമ്പത്തുണ്ടായിരുന്ന കാലം, ഞാൻ പറഞ്ഞു അലക്സ ഞാൻ കുറച്ച് പണം തരാം, രഞ്ജിത്തിനെ വെച്ചൊരു സിനിമ ചെയ്യും, അദ്ദേഹത്തിന് ഇപ്പോൾ വാല്യൂ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം ജനൽ തുറന്നിട്ട്, ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലിച്ച് രഞ്ജി ചെയ്തു തരുമോ സ്വാമി? ഞാൻ സ്വാമിയല്ല ഫലങ്ങളൊക്കെ പറയും. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയി, പക്ഷേ നടന്നില്ല, അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് രുദ്രസിംഹാസനം എന്ന് പറഞ്ഞാൽ സിനിമയിൽ അത് അലക്സിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സൗഹൃദം നിലനിർത്താൻ പറ്റിയില്ല. അദ്ദേഹം തന്നെ രംഗത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന ആളിനെ രഞ്ജിത്ത് വിസ്മരിച്ച് കളഞ്ഞു. നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കണം. നമ്മളെ ആരാണ് സ്നേഹിച്ചത്, നമ്മളെ ആരാണ് വളർത്തിയത്, നമ്മളെ ഒരു വാക്ക് കൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ നമ്മളെ ആരെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, നമ്മുടെ ദുഃഖങ്ങളിൽ ഒന്ന് തലോടി ആശ്വസിപ്പിച്ചിട്ടുണ്ടോ, എനിക്ക് നഷ്ടം വന്നപ്പോൾ ഒരു സഹായം ചെയ്തിട്ടുണ്ടോ, നിനക്ക് വിശന്നപ്പോൾ ഒരു ഭക്ഷണം മേടിച്ച് തന്നിട്ടുണ്ടോ, നിനക്ക് ദാഹിച്ചപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പകർന്നു തന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആ സ്മരണകൾ ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്.
അല്ലേ? നമ്മളിപ്പം കഷ്ടപ്പെട്ട് കുറേ പണമുണ്ടാക്കി, ആ പണമുണ്ടാക്കിയത് മറ്റൊരാളും കൂടെ അനുഭവിക്കേണ്ട യോഗ്യത വന്നു. ഒരവസ്ഥ വന്നപ്പോൾ ഇവർ തമ്മിൽ വേർപെട്ടു പോയി. പക്ഷേ ഈ ഒരാളുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ മറ്റൊരാളുടെ പേരിലായതുകൊണ്ട് മാത്രം ആ സമ്പത്ത് മുഴുവൻ ഞാൻ ഇയാൾക്കൊന്നും കൊടുക്കില്ല, അവൻ പോയി നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും പകല ദോഷങ്ങളും അവൻ ചെയ്ത തെറ്റുകളും ഒക്കെ സമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞും ഇല്ലാതാക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൻ്റെ അവസാന കാലം അവർക്കത് അനുഭവിക്കാൻ പറ്റണ്ടേ? മക്കളെ അനുഭവിക്കാൻ പറ്റണ്ടേ? സൗഹൃദങ്ങൾ അനുഭവിക്കാൻ പറ്റണ്ടേ? ഉണ്ടാക്കുന്ന സമ്പത്ത് അനുഭവിക്കാൻ പറ്റണ്ടേ? മറ്റൊരാളൂടെ ഉണ്ടാക്കിയ സ്വത്തിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണ്ടേ? ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ, എനിക്ക് പലതിനും ഉത്തരങ്ങളില്ല. ഞാൻ എന്തിനാണ് DNA-യിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ മൈസൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ ട്രെയിനിൽ വെച്ചൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. സ്വാമി ഇന്നലെ ഒന്നും വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാണ് മനുഷ്യൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ ഇങ്ങനെ വന്നിരുന്നു പറയുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ ദുഃഖങ്ങളില്ലേ പറയുക. അപ്പം നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാവരും പണത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് എല്ലാവരും. ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് എത്ര ഫലം കിട്ടുമെന്ന് ചിന്തിക്കരുത്. നമ്മളെ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യുക, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. സമാധാനവും ശാന്തിയുമാണ് ഏറ്റവും പ്രധാനമായിട്ട്. 11 മക്കളുള്ള ഒരാളെ ഞാൻ ഈ അടുത്ത കാലത്തുണ്ട്. 11 മക്കളെ പ്രസവിച്ചു അമ്മ. ഒരു മക്കളെ അനുഭവിക്കാനുള്ള യോഗമില്ല. സ്വാമി ബലികർമ്മം ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന ആ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരമില്ല. വയസ്സായി, നല്ല പ്രായമായി. ഉണ്ടാകുന്ന സ്വത്തുക്കൾ ആർക്കെങ്കിലും കൊടുത്താൽ എന്ത് ചെയ്യണം? അവർക്ക് സ്വത്തും വേണ്ട, പണവും വേണ്ട. ഒരു മക്കളെ അനുഭവ യോഗം ഇല്ലാതായി. ഭർത്താവിനെ അനുഭവ യോഗം ഇല്ലാതെ പോയി. അമ്മ ഒറ്റയ്ക്ക് കുറേ കാലം ജീവിച്ചു, ഏകാന്തതയിൽ ജീവിച്ചതാണ്. വൈകുന്നേരങ്ങളാകുമ്പം അവർക്കുള്ള ഒരുപാട് പേര് ഉള്ള മുത്തശ്ശിമാരെല്ലാം വരും. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയിട്ട് ഈ അമ്മ മാത്രമായി. ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്ന് ആ മുത്തശ്ശിയുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. എന്നെ വിളിച്ചു ഫോണിൽ കൂടെ സംസാരിച്ചു. എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം എന്നുണ്ട്. ഞാൻ ചെന്നു. വളരെ പ്രായമായ സ്ത്രീയാണ്. സർക്കാരിലും കണ്ടൊരു ജോലി ഉണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലും കണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മക്കളെ പ്രസവിച്ചു. അവരുടെ കുടുംബത്തിലെല്ലാവരും ഒരുപാട് കുട്ടികളെ പ്രസവിച്ചു. അനുഭവ യോഗമില്ല. അതിനൊരു കാരണം ഉണ്ടാവും അല്ലേ? കുട്ടികളെ അനുഭവിക്കുക. ഇനി കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ഇല്ലേ, ഗാന്ധാരിക്ക് എന്തോരം കുട്ടികളുണ്ടായിരുന്നു. ഒരാളെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? അവസാനം കാട്ടുതീയിൽ വെന്ത് മരിച്ചില്ലേ? പുരാണങ്ങളും ഇതിഹാസങ്ങളിലൊക്കെ കഥ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്താണ് നമ്മൾ എന്താണ് പറയേണ്ടത് ജനങ്ങളോട്? എന്ത് പറഞ്ഞാണ് ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്തെടുത്താലും ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസനങ്ങളും രോഗദുരിതങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യരൊന്നും ഈ സ്പന്ദിക്കുന്ന ഹൃദയം, നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് നിമിഷവും നിലയ്ക്കാം. അത് മനുഷ്യൻ ചിന്തിക്കുന്നേയില്ല. നമ്മുടെ ശരീരത്തിൽ നശിച്ചു പോകുന്നതാണ് ശരീരം. ആ ശരീരത്തിൽ സ്പന്ദിക്കുന്നൊരു ഹൃദയം ഉണ്ടെന്നും ആ ഹൃദയം ഏത് നിമിഷവും നിലയ്ക്കാമെന്നും ആ ഹൃദയത്തിനൊരു നൊമ്പരം ഉണ്ടായാൽ അതിന് ഹൃദയത്തിന് തന്നെ താങ്ങാൻ പറ്റാതെ വരും എന്നൊക്കെയുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് സത്യങ്ങളുണ്ട്. ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കാറേ ഇല്ല. നമ്മളെപ്പോഴും പണങ്ങളും ഭൗതിക സുഖത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ, ആ ഭൗതിക സുഖങ്ങളിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഭൗതിക സുഖം ദുഃഖം മാത്രമേ തരുള്ളൂ. പണം ഒരു പരിധി കഴിഞ്ഞാൽ പൈശാചിക ശക്തിയാണെന്നും അല്ലേ? ഈ അടുത്ത കാലത്തൊരു സീരിയലിനെ കുറിച്ച് ഒരാൾ പറഞ്ഞു. ഈ സീരിയലിനൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. ആ സീരിയലിനെ കുറിച്ച് പറഞ്ഞത്, ഒരാളൊരു സീരിയൽ ചെയ്തു, ഒരാളെ വശീകരിച്ച് കുറേ പ്രലോഭനങ്ങളൊക്കെ കൊടുത്ത് ഒരു സീരിയൽ എടുത്തു. ഏതോ ഒരു വലിയ ചാനലിലാണ്. ആ സീരിയലിൽ അയാളെ വീടൊക്കെ പണയം വെച്ച് ഇയാൾ സീരിയൽ ചെയ്തു. അവസാനം സീരിയൽ വലിയ നഷ്ടമുണ്ടായി. സീരിയൽ നഷ്ടമുണ്ടായപ്പം ഇയാൾ മാത്രമായി. അതങ്ങനെയാണല്ലോ, നഷ്ടമുണ്ടായി കഴിഞ്ഞപ്പോൾ. അപ്പം മറ്റൊരാളത് ഏറ്റെടുക്കാൻ തയ്യാറായി. അയാൾ ഏറ്റെടുക്കുമ്പോൾ ഇയാൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടങ്ങളും ദുരിതങ്ങളും, അയാളുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകളും, അയാൾക്കുണ്ടായ സാമ്പത്തിക ബാധ്യത, അയാളുടെ വീട് വരെ പണയത്തിലാണ്, എല്ലാം പോവും. മറ്റേയാൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതെനിക്കറിയേണ്ട ആവശ്യമില്ല, ഇത് എനിക്ക് കിട്ടിയ സുവർണ അവസരമാണ്, ഞാൻ അതിലൂടെ യാത്ര ചെയ്യും എന്ന് പറയുമ്പോൾ മറ്റൊരാൾ നഷ്ടപ്പെട്ട ആളിൻ്റെ ഒരു വേദന കൂടെ തിരിച്ചറിയുന്നതല്ലേ നല്ലത്. അവിടെയല്ലേ മനുഷ്യത്വം എന്ന് പറയുന്നൊരു വലിയ കാര്യമുള്ളത്. അപ്പോൾ മനുഷ്യരാവുന്നുമില്ല. സ്വന്തം ഭൗതികമായിട്ടുള്ള മൺവെട്ടി പോലാണ്. മൺവെട്ടി നമ്മളിങ്ങനെ വെട്ടിയിട്ട് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ നേരെ പോരും. ഒന്നും മനുഷ്യൻ ചിന്തിക്കില്ല. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, നമ്മുടെ സുഖഭോഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ടല്ലേ ധാർഷ്ട്യം കൊണ്ടും അഹങ്കാരം കൊണ്ടും ഉജ്ജ്വലമായ കലാകാരനായിരുന്ന രഞ്ജിത്ത് കാരാഗൃഹത്തിൽ രോഗങ്ങളോടുകൂടി, രോഗം ആർക്കും വരും, അതൊരു പ്രശ്നമില്ല. അപ്പം
ആ അഹന്തയോടുകൂടി ജീവിച്ച, അല്ലേ, എന്തൊരു നല്ല കലാകാരനാണ് രഞ്ജിത്തിൻ്റെ നല്ല സിനിമകൾ. ആറാം തമ്പുരാൻ പോലുള്ള, നരസിംഹം പോലുള്ള നല്ല സിനിമകൾ, നന്ദനം പോലുള്ള നല്ല സിനിമകൾ, അല്ലേ, നല്ല ചിന്തകളുണ്ടായിരുന്ന മനുഷ്യൻ. അത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ചു, ആ മനുഷ്യനെ ചവിട്ടി, നിലയിത്തത്ത് ചവിട്ടി എന്നൊക്കെ പറയുന്നുള്ള വാർത്തകളൊക്കെ ഒരുപാട് വളരെ മുമ്പ് തന്നെ കേട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം കാരാഗ്രഹത്തിൽ എങ്ങനെ കിടക്കുന്നു? നിലത്ത് പാവിരിച്ച്, ഇല്ലേ, ക്രിമിനൽ കുറ്റവാളികൾക്കൊപ്പം കിടക്കുന്നു എന്നുള്ള വാർത്ത നമ്മളെ വേദനിപ്പിക്കും. കലാപരമായി ബന്ധമുള്ള, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറിയില്ല, കലാപരമായിട്ട് ബന്ധമുള്ള കലാകാരന്മാരെ സ്നേഹിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് ഇനി അദ്ദേഹം എന്തെന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ദയനീയമായ അവസ്ഥ നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്, അല്ലേ. വളരെ എന്തോ ഒരു, നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലും കുരുക്കിയതാണെങ്കിൽ തന്നെ അദ്ദേഹം അതിനു മുമ്പ് ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് ധാർഷ്ട്യമായിട്ടുള്ള, അഹങ്കാരമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ ദൈവം ശിക്ഷിച്ചതായിരിക്കും. പക്ഷേ ഈ ശിക്ഷ നട്ടലിന് ക്ഷതമുണ്ട്, കരൾ ശസ്ത്രക്രിയ നടത്തിയതാണ്, ആരോഗ്യപരമായ വലിയ പ്രശ്നങ്ങളുണ്ട്. പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഒരു കാലത്ത് ജീവിച്ചയാൾ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ കോടതിയിൽ മുമ്പിൽ ചെന്ന് ഒരു വീട്ടുവരാന്തയിൽ, ഒരു ജഡ്ജിയുടെ വീട്ടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ള കാഴ്ച, അത് ഒരു ശത്രുവിന് പോലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു വലിയ ദൃശ്യമായി പോയി അത്. ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് പറഞ്ഞാലും ജീവിതത്തിൻ്റെ അവസാന കാലം അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന അദ്ദേഹം, അല്ലേ, മനുഷ്യനൊക്കെ അഹന്തയൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഈശ്വരൻ കൊടുക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് സ്വയം തോന്നുന്നതാവും. തനിക്ക് മേലെ ഈശ്വരൻ പോലും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് മനുഷ്യനിലുണ്ടാകുന്ന ഒരു തരം വികാരമാണത്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിനെ നമ്മളെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അബദ്ധങ്ങളൊക്കെ പറ്റാമല്ലോ, അബദ്ധങ്ങൾ പറ്റാത്ത മനുഷ്യരില്ല. ആ അബദ്ധങ്ങളിൽ നിന്ന് പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള ശിക്ഷ ജയിലിൽ തന്നെ കിടന്നുണ്ടായി. അദ്ദേഹത്തിനോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, നീതിപീഠത്തിന് ക്ഷമിക്കാൻ പറ്റുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച്, ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ, അല്ലേ, വളരെ ദയനീയം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നട്ടലിന് ക്ഷതമുള്ള ഒരാൾ നിലത്ത് കിടക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്നെ കിടക്കാൻ പറ്റില്ല. ഞാൻ കേട്ട അറിവായ എനിക്ക് അതിനകത്തുള്ളൂ. മർദാനം ഷാജനൊക്കെ ആലപ്പി അഷ്റഫൊക്കെ പറഞ്ഞ വാർത്ത കേട്ടിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. എന്തായാലും അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള അബദ്ധങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങൾ, കയ്യിൽ നിന്ന് പോയ വാവിൽ നിന്ന് പോയ വാക്കും വില്ലിൽ നിന്ന് പോയ അസ്ത്രവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ, കഴിഞ്ഞു പോയ ഭൂതകാലത്തിൽ എന്നോ ചെയ്തു പോയ അബദ്ധങ്ങളിൽ നമുക്ക് പശ്ചാത്തപിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ നിന്ന് കരകയറാൻ കഴിയാതെ വ്യാകുലപ്പെട്ട്, ഇന്ന് ആലോചിച്ച് നോക്കൂ, ക്രിമിനൽ കുട്ടികളെ കഥയിലെ കഥാപാത്രങ്ങൾ പോലെ, താൻ ശിക്ഷിച്ചെടുത്ത കഥയിലെ കഥാപാത്രങ്ങൾ പോലെ ജയിലറയിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ആരോഗ്യമുണ്ടെങ്കിൽ പിന്നെയും പോട്ടെ, കൊതുകടി കൊണ്ടും ക്രിമിനൽ കുറ്റവാളികൾക്കൊപ്പം നിലത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിലുമൊക്കെ രാജകീയമായി ജീവിച്ച മനുഷ്യൻ്റെ ആ പതനം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, നമുക്ക് മീതെ ഒരാൾ എല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നീ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വിലയിരുത്തപ്പെടുന്നുണ്ട്. നീ ഒരാളെ വഞ്ചിച്ചാൽ, ചതിച്ചാൽ, പറ്റിച്ചാൽ, നീ ഇന്നയാളെ ഇന്ന സമയത്ത് വഞ്ചിച്ചു, നീ ഇന്നയാൾ ഇന്ന സമയത്ത് ഇങ്ങനെ പെരുമാറി, ഇന്ന സമയത്ത് ഇത്ര ദുഷ്ടവാക്കുകൾ കൊണ്ട് നീ ഇന്നതൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തുകൊണ്ട് നിനക്ക് തരാൻ പോകുന്ന ശിക്ഷകൾ ഇന്നതൊക്കെയാണെന്ന് എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതും ആ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളതൊക്കെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചു പോയേ പറ്റൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന അതുല്യനായ കലാകാരൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.